ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെയും അനിയെയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ CCTV പരിശോധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കാണുന്നില്ല. CCTV കേടാണല്ലോ ഏട്ടത്തി. അത് കേട്ടതും അന്നത്തെ ദിവസത്തെ മാത്രമാണോ? എല്ലാ CCTV കേടാണോ? അതെ ഏട്ടത്തി, എല്ലാ CCTVയും കേട് തന്നെയാണ്. അപ്പം മനഃപൂർവ്വം ഇത് കേടാക്കിയിരിക്കുകയാണല്ലോ അനി. അതേ ഏട്ടത്തി, നമ്മുടെ വീട്ടിൽ പാമ്പ് കൊണ്ടുവന്നിട്ടവൻ ഇത് മനഃപൂർവ്വം കേടാക്കിയിരിക്കുക. എന്നാലും വല്ലാത്തൊരു ക്രിമിനൽ തന്നെ. അവൻ ചെയ്ത സ്വഭാവത്തിന് എന്നേക്കുമായിട്ട് അവനെ തീർക്കേണ്ടതാ. അവനെ ചോദ്യം ചെയ്യേണ്ടതാ. അവനെ വെറുതെ വിടുന്നതാ നമ്മൾ ചെയ്ത തെറ്റ്. അനഘയെ പോലും അവൻ വെറുതെ വിടുന്നില്ല. ആ പെങ്കൊച്ച് തളർന്നു കിടക്കുക. എന്നിട്ടും അതിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, അതിന് ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലാൻ നോക്കുക ആ തെണ്ടി എന്നൊക്കെ നയന പറയാം. എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഇത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടിയിരിക്കണം. ആ എടത്തി, ഈ 2 വിഷപ്പാമ്പുകളും കൂടെ പോരണ്ട്. ഒരു വിഷപ്പാമ്പ് കൂടെ വരുന്നുണ്ട്, അവന്റെ അനിയത്തി ആ വന്തിക. അവളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവൾക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ അനി. കെട്ടിച്ചു വിടാലോ. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ സ്വഭാവത്തിനൊക്കെ ഇത്തിരി മാറ്റം ഉണ്ടാവും. കെട്ടിച്ചു വിട്ടാലും 1 മാസം തികയുന്നതിന് മുമ്പ് അവൾ തിരിച്ചിങ്ങോട്ട് എത്തും. അതാ ഇനം എന്നൊക്കെ അനി പറയുക. ഇത് കേട്ടതും എന്നാലും വല്ലാത്തൊരു സ്വഭാവം തന്നെ. എല്ലാം ഒരേപോലെ, അമ്മയും മോനും മോളും ഒക്കെ. അതെ അതെ, എല്ലാം ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാനൊന്ന് എന്തായാലും അവനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നയന നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ അബി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ എടുത്തി എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? വീട്ടിനകത്ത് പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ, നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയ്യോ ഏട്ടത്തി, ഞാൻ പാമ്പിനെ ഒന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല. അത് തന്നെ എഴിഞ്ഞു കയറി വന്നതായിരിക്കും. ഇത്രയും വലിയ വീട്ടില് ഇത്രയും വർഷമായിട്ട് വരാത്ത പാമ്പ് ഇപ്പൊ എന്തിനാ വരുന്നത്? ദേ അബി, ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട്ടിൽ പാമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും തെറ്റ് ചെയ്തത് നീ തന്നെയാ. ആ പാമ്പിനെ നീ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. നിന്റെ അമ്മയെ പാമ്പ് കൊത്തിയതിന് ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷെ ദൈവം തരേണ്ട ശിക്ഷ തന്നെയാണ് തന്നിരിക്കുന്നത്. പാമ്പിനെ ആര് കൊണ്ടുവന്നിട്ടോ അവനെ തന്നെ ദൈവം കരയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പാമ്പ് ഇവിടെ എത്താൻ കാരണമായത് നീ തന്നെയാണെന്നാണ്. ദേഹത്തെ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. ഇവിടെ എന്ത് നടന്നാലും അതിനൊക്കെ എന്തിനാ എന്നെ പഴിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റ് ചെയ്യാത്ത മാന്യൻ. നീ അനഘയുടെ വീട്ടിൽ പോയില്ലടാ? അനഘയെ കൊല്ലാൻ നോക്കിയില്ലേ? ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അനഘയെ കൊല്ലാൻ ഒരു ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അനഘയ്ക്ക് ശ്വാസം മുട്ട് വന്നതെന്ന്. അബി, അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് നീ മാത്രമേ ചെയ്യുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിന്റെ തലയിൽ തന്നെ പാപമായിട്ട് വരും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും അനഘയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ നിന്റെ കാര്യം പോക്കാവി. വെറുതെ വിടില്ല നിന്നെ ഒരിക്കലും. നന്ദു നിന്നെ കുറിച്ച് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ പാമ്പിനെ കൊണ്ടിട്ടതും കൂടിയായി. എടുത്ത് ഞാൻ പാമ്പിനെ കൊണ്ടിട്ടിട്ടില്ല. ദേ, 2018 ദുരന്തം കഴിഞ്ഞതിന് ശേഷം പെരുമ്പാമ്പും ഒക്കെ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പെരുമ്പാമ്പും ഇതൊക്കെ നാട്ടിൽ മാത്രമല്ലടാ, ഈ വീട്ടിനകത്തും ഉണ്ട്. പെരുമ്പാമ്പും രാജവെമ്പാലയും മുറുകനും ഒക്കെ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പെങ്ങൾ വരുന്നുണ്ടല്ലോ അയർലൻഡിൽ നിന്ന്. അവള് വരട്ടെ. നന്നായിട്ട് ജീവിച്ച 22 വയസ്സായില്ലേ അവക്ക്. കെട്ടിച്ചു വിടാൻ നല്ല രീതിയിൽ പറ്റുമെന്ന് ഞങ്ങൾ നിനക്ക് വാക്ക് തരാം. പക്ഷെ അവളും നിന്നെയും നിന്റെ അമ്മയും പോലെ തരികിടയാണെങ്കിൽ പിന്നെ നിന്റെയൊക്കെ ജീവിതം പോലെ ആയിരിക്കില്ല അവളുടെ ജീവിതം. പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അറിയാലോ, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ച അത് തീരുമാനിച്ചതാ. സത്യമായിട്ടും എടുത്തി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നന്ദു തെളിയിച്ചോളും. എന്തായാലും നീ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തികളും നിന്റെ തലയിൽ തന്നെ പാപമായിട്ട് വന്ന് വീഴുവടാ. അനഘയുടെ കാര്യത്തിൽ നീ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോഴാ മറ്റൊരു പ്രവൃത്തി നീ ചെയ്തിരിക്കുന്നത്. എന്തായാലും നീ CCTV ഒക്കെ കേടാക്കിയിട്ടാണ് പാമ്പ് പിടുത്തക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നന്നായിട്ട് മനസ്സിലായി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാത്തിനും തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അബി, നിനക്ക് ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരും. അറിയാലോ നന്ദുവിന്റെ സ്വഭാവം. നിന്നെ അവളിപ്പോ ഒരു ഏട്ടനായിട്ടല്ല കാണുന്നത്, ക്രിമിനലായിട്ടാ. അതുകൊണ്ട് നിന്റെ കൂമ്പ് കലങ്ങാതെ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക. ഈ സമയം അഭിഷോ, ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക. ഈ സമയം ജലജയാണ് കാണിക്കുന്നത്. ജലജ അങ്ങനെ കിടക്കുമ്പോൾ നവ്യ ചെല്ലുക. എങ്ങനെയുണ്ട് അമ്മേ, ഇപ്പൊ കുറവുണ്ടോ എന്നും ചോദിക്കുക. ഇപ്പൊ കുഴപ്പമില്ല മോളെ, ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു. പാമ്പിന്റെ കൊത്ത് കിട്ടിയപ്പോൾ തീർന്നു എന്നാ കരുതിയത്. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. എന്നാലും ആ പാമ്പി വീട്ടിലേക്ക് ഏത് വഴിയാ വന്നേന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മേ. അതെ മോളെ, അത് തന്നെയാ ഞങ്ങൾ ചിന്തിക്കുന്നത്.
ഞാൻ കണ്ട സ്വപ്നം പോലെ തന്നെ ഫലിച്ചല്ലോ. സത്യം പറഞ്ഞ ഇപ്പൊ ഒരു അത് മറ്റുള്ളവർക്കാണ് ഫലിക്കാറ്. എന്നാൽ ഇന്ന് ഞാൻ കണ്ട സ്വപ്നം എന്നെ കൊത്തുന്നതായിട്ട് തന്നെയാ. അതുപോലെ തന്നെ ഫലിക്കുകയും ചെയ്തു. ഓ, ഞാനാകെ പേടിച്ചു പോയി മോളെ. സാരമില്ലമ്മേ, എല്ലാം ശരിയാവും. ക്ഷീണമൊക്കെ മാറും. ദൈവാനുഗ്രഹിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ആ, എന്തായാലും ദേ അവന്തിക വരുന്നുണ്ടല്ലേ അമ്മേ? ആ അതെ മോളെ, അവന്തിക വരുന്നുണ്ട്. അവൾക്ക് 10-22 വയസ്സായില്ലേ അമ്മേ? കല്യാണപ്രായമൊക്കെ ആയില്ലേ എൻ്റെ മോളെ? നമ്മളെല്ലാവരും ഈ വീട്ടിലൊരു പുറമ്പോക്ക. അതുകൊണ്ട് തന്നെ അവൾ വന്നാലും വലിയ കാര്യമൊന്നുമില്ല. ആദ്യമൊക്കെ ആദർശ് അവന്തികയെ തലയിൽ വെച്ചോണ്ടാ നടന്നേച്ചത്. പെൺകുട്ടികളാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോളോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. അതൊക്കെ വെറും അഭിനയം മാത്രമാണെന്ന് പിന്നീടാ മനസ്സിലായത്. എന്ത് ചെയ്യാനാ മോളെ? അവനൊരു ക്രിമിനൽ ആയതിനു ശേഷം പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ എൻ്റെ മോളെ സ്നേഹിക്കണ്ടെന്ന്. ആ, അവൻ സ്നേഹിച്ചപ്പോഴൊക്കെ എൻ്റെ മോള് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ഇതുപോലൊരു ഏട്ടനെ കിട്ടിയതിൽ. പക്ഷേ ആ അനഘയുടെ ജീവിതം തകർത്തതുകൊണ്ട് ഇനി അവനെ സ്നേഹിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയാ. അത് കേട്ടതും അത് ശരിയാമ്മ, പക്ഷെ പേടിക്കണ്ട. കല്യാണപ്രായം ആയതുകൊണ്ട് അവളുടെ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളവർ ചെയ്യുമായിരിക്കും അല്ലേ അമ്മ? ചെയ്താൽ മതിയായിരുന്നു. പാവം എൻ്റെ മോള്, അവള് മിടിക്കുക, നന്നായിട്ട് പഠിക്കും. പഠിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വീട്ടിൽ അവൾക്ക് ആരെങ്കിലും ഒരു സമാധാനം കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെയെങ്കിലും അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി ഓരോ ദിവസം പോകുന്തോറും ഇവിടെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും. എടോ, ഇപ്പം എന്നെ വീട്ടിലേക്ക് വിട്ടിട്ട് നാളെ രാവിലെ തന്നെ ജീപ്പുമായിട്ട് വീട്ടിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിലേക്കല്ല പോകേണ്ടത്, അനന്തപുരിയിലേക്കാ. ആ ശരി മാഡം, വരാം. അവനെ പോലെ ഒരു ക്രിമിനൽ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും ഇനി മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. എന്നാലും ഇതുപോലുള്ള മനുഷ്യര് അപൂർവം മാഡം. എന്തൊരു സാധനം അവൻ, എന്തൊക്കെയാ അവൻ ചെയ്തു കൂട്ടിയത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യോ? അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യോ? എന്തായാലും അവന്റെ കള്ളത്തരം ഇതോടുകൂടെ തീരും. അവനെ ഇനി വെറുതെ വിടാൻ പറ്റില്ല. എല്ലാം കൊണ്ടും അവനിപ്പോ ഒരു ക്രിമിനലാ, പക്ക ക്രിമിനല്. അവനെ ഒരിക്കലും ഞാൻ ഇനി വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. മാഡം, നാളെ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. ഇല്ല, അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലിട്ട് നന്നായിട്ട് പൊട്ടിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. കാരണം അവനെ പോലുള്ള ക്രിമിനലൊക്കെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ തെളിവുകളും അവന് എതിരായതുകൊണ്ട് ഉറപ്പായിട്ടും അവന് ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷെ ജയിലിലേക്ക് പോയാലും അവന് ശിക്ഷയൊന്നും കിട്ടില്ലല്ലോ. തല്ലൊന്നും കിട്ടില്ലല്ലോ, പണിയെടുപ്പിക്കുകയല്ലേ ചെയ്യൂ. എന്നാ വേണ്ടത്ര തല്ല് ഇവിടെ നിന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് അവനെ പറഞ്ഞുവിടാൻ. ഇല്ലെങ്കിലേ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തതിന് ഒരർത്ഥവും ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് അബിക്ക് ഒരു ജാമ്യവും കിട്ടാനുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. അവനെ പൂട്ടണം, എന്നേക്കുമായി പൂട്ടണം, 8 കെട്ടി പൂട്ടണം. ആ പൂട്ട് തന്നെയാണ് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പൂട്ട്. അത് കേട്ടതും ശരി മാഡം, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാരിങ്ങനെ പോവുക. ഈ സമയം നേരം പരപരാ വെളുത്തു. നന്ദു ജീപ്പിൽ തിരിച്ചു വരികയാണ്. അനന്തപുരിയിലേക്ക് തന്നെയാണ് അവർ പോയത്. അനന്തപുരിയിൽ ജീപ്പ് എത്തിയതും എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ നയന അങ്ങോട്ട് വന്നു. ചേച്ചി, അബി അനഘയെ പോയി കണ്ടായിരുന്നു ചേച്ചി. അവിടെ വെച്ച് അവളെ അനഘേച്ചിയെ കൊല്ലാനുള്ള ബലപ്രയോഗം നടത്തിയിട്ടുമുണ്ട്. അനഘേച്ചിയുമായിട്ട് നല്ല ബലപ്രയോഗം നടത്തിയെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ശ്വാസമുട്ടലുണ്ടായതുകൊണ്ടാണ് അനഘേച്ചിക്ക് ചുമ കൂടിയതെന്നും പറഞ്ഞു. അവൻ എന്തൊരു ക്രൂരന ചേച്ചി, ഇത്രയൊക്കെ ചെയ്യുന്നത് എന്തിനാ? അവന് അടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ? ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നില്ല ചേച്ചി അവൻ. എന്നിട്ടും അവനെന്താ ഇങ്ങനെയൊക്കെ മാറാത്തത്? എന്ത് ചെയ്യാനാ മോളെ? അവനിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും അവനെ പൂട്ടണം. അവനിനി മേല ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. അനഘയെ പോയി കാണാൻ പാടില്ല. അങ്ങനെ അവനെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മോളെ. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ പറഞ്ഞത്, എന്തായാലും ഇനി അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ പൂട്ടാൻ തന്നെയാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടും അവനിനി രക്ഷപ്പെടരുത്. അവനെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ചേച്ചി. അവനെ പിടിച്ചോണ്ട് പോകാനും ജയിലിൽ കൊണ്ടിടാനും തന്നെയാണ് ഞാൻ വന്നത്. ഇനി ജാമ്യം അവനുണ്ടാവില്ല ചേച്ചി. ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകളും പാപങ്ങളും അവനിനി ഏറ്റുപറയേണ്ടി വരും. ഇതില് ചേച്ചി നവ്യേച്ചി വന്ന് എന്നെ തടഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല.
അവനെ കൊണ്ടുപോകാൻ കച്ച കെട്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക. അല്ല പോട്ടെ, അവനെവിടെ? അവനെ കാണുന്നില്ലല്ലോ ചേച്ചി. അപ്പോഴേക്കും അഭിയെത്തിയത് അവൻ വരുന്നുണ്ട്. എന്താ എന്താ നന്ദു? നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്നെയോ? ഞാനും തെറ്റ് ചെയ്തു? അത് കേട്ടത് നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? തെറ്റുകൾ മാത്രം ചെയ്യുന്ന നിന്നെ ഞാൻ പിന്നെ എന്താടാ വിളിക്കേണ്ടത്? നീ തെറ്റ് ചെയ്തിട്ടുണ്ടാ. ഒരുപാട് തെറ്റുകൾ ചെയ്ത നിന്നെ ആശുപത്രിയിലേക്കല്ല ജയിലിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അനഘയെ നിന്നെ കാണിക്കേണ്ടതാ. പക്ഷെ ഞങ്ങളത് ചെയ്യാത്ത എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ ഒരു നോട്ടം പോലും ഏറ്റ അനഘയ്ക്ക് വയ്യാണ്ടാവും. അതുകൊണ്ട് നിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് നിന്നെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കാനാ പോകുന്നേ. അത് കേട്ടത് ജലജ വരിക. എന്താ എന്താ ഇവിടെ? നിങ്ങളുടെ മോനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എൻ്റെ മോനെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ശരിയായി, എനിക്ക് മനസ്സിലായി. എല്ലാ കള്ള കേസുകളും എൻ്റെ മോന്റെ തലയെ കൊണ്ടിട്ടിട്ട് അവനെ പിടിച്ചോണ്ട് പോവാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത് എന്നും മുത്തശ്ശൻ പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ടതും എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരിക. ഞാനാ പറഞ്ഞത്. ആനന്ദപുരിയെ ചതിച്ച, മൂർത്തിസ് ജ്വല്ലറി കരിവരുത്തേച്ച ഇവനിനി ഇവിടെ ഇരിക്കാൻ പാടില്ല. ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവനെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നന്ദുമോൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവന് ആ കള്ളക്കടത്ത് സ്വർണത്തിന് നല്ല പങ്കുണ്ടെന്ന്. സ്വർണ്ണക്കടത്തിൽ ഇവന് നല്ല പങ്കുള്ളത് കൊണ്ട് ഇവന് ചോദ്യം ചെയ്തേ മതിയാകുമെന്ന്. മൂർത്തിസ് ജ്വല്ലറി എന്നല്ല, ഈ കുടുംബത്തില് അത് ആര് ചെയ്താലും ഉറപ്പായിട്ടും അവര് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോ അച്ഛന്റെ മൂത്ത കൊച്ചുമോൻ ചെയ്തതൊന്നും ഒരു തെറ്റല്ല അല്ലെ? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് അതിനെ ചതിച്ച് അതിനൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് അതിനെ ഇപ്പൊ തളർത്തി കിടത്തിയിരിക്കുന്നത് അതൊരു കുഴപ്പമുള്ള കേസല്ല അല്ലെ? അത് കേട്ടതും അതിൻ്റെയുള്ള അന്വേഷണം വന്നിട്ടില്ല. ആ അന്വേഷണം വന്നു കഴിഞ്ഞാലും അവസാനം പോകേണ്ടവര് തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇതിപ്പോ മൂർത്തിസ് ജ്വല്ലറിയുടെ കാര്യ. ഈ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം വിറ്റതിനും വരുത്തിച്ചതിനും അതിന്റെ പേരിൽ ചീത്തപ്പേര് ഉണ്ടാക്കിയതിനും ഇവൻ പേര് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ ശിക്ഷ അനുഭവിക്കണം. മോളെ, ഇവനെ നിനക്ക് കൊണ്ടുപോവാം. അത് കേട്ടതും അച്ഛാ, എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നേ? എന്റെ മോനെ അങ്ങനെ ആരും കൊണ്ടുപോകരുത്. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത് നീ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കൂടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീയും ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും. മനസ്സിലായോടി? അത് കേട്ടതും നമ്മുടെ ജലജ ഓടി അകത്തേക്ക് ചെല്ലുക. ഈ സമയം മോളെ നന്ദു, കള്ളക്കടത്ത സ്വർണത്തിന്റെ പേരിൽ ഇവന്റെ പേരിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ഇവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാം. ആരും അത് തടയില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നിൽക്കുക. ഈ സമയം നവ്യ കൊച്ചിന്റെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കരുത്. നവ്യെ, നീ ഇവിടെ കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയിരുന്നോ? എന്താ അമ്മേ? എന്റെ മോനെ അറസ്റ്റ് ചെയ്യേ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യേ ആ നന്ദു വന്നിട്ടുണ്ട്. എന്തിനാന്നോ? മൂർത്തിസ് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊടുത്തില്ലേ, അതില് നിന്റെ ഭർത്താവിന് പങ്കുണ്ടെന്ന അവള് പറയുന്നത്. അത് കൊള്ളാലോ. ഈ കേസ് അന്വേഷിച്ച് ഇവിടം വരെ എത്തിച്ചോ? അവസാനം അതെന്റെ അവയുടെ തലയിലാക്കിയോ? നീ ഒന്ന് പെട്ടെന്ന് വാ നവിയെ. ഇവിടെ സംസാരിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. അവരെന്റെ മോനെ കൊണ്ടുപോകും. നീ വന്ന് പറഞ്ഞാൽ നിന്റെ അനിയത്തി കേൾക്കും. ശരിയമ്മ, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ല. എടാ, മുത്തശ്ശൻ കാരണത്തടിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ഒന്നും ജീപ്പിക്കാറില്ല. ഞാൻ വരില്ല എടുത്തി, ഞാൻ പോകില്ല എടുത്തി, ഞാൻ വരില്ല നന്ദു എന്നും പറഞ്ഞ് വാശി പിടിക്കുക. വന്നില്ലെങ്കിൽ ഇനി നിന്റെ കാരണത്തിൽ ഞാൻ പൊട്ടിക്കും. മര്യാദയ്ക്ക് വാടാ. എങ്ങോട്ട് എന്നും നവ്യയുടെ ചോദ്യം. ഇത് കേട്ടതും എല്ലാവരും നോക്കുക. അപ്പോഴേക്കും നവ്യ വരിക. എന്താ, എന്റെ ഭർത്താവിനെ കൂടെ കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം? ചേച്ചി, ഇവിടെ ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യില്ല. ചേച്ചി ഇവനെ സപ്പോർട്ട് ചെയ്താ അവസാനം ചേച്ചിക്കും കരയേണ്ടി വരും. ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യണം നടി? എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാ ഉറപ്പായിട്ട് ഞാൻ തടയും. ചേച്ചി ഇവനൊരു ക്രിമിനലാണ്. ഓഹോ, അപ്പോ നിന്റെ ആദർശേട്ടൻ ക്രിമിനൽ അല്ലേ? ഒരു പെൺകുട്ടിയെ ചതച്ച്, ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച്, ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത് ഇപ്പൊ ആ പെങ്കൊച്ചി കിടക്കുന്ന കിടപ്പിന് അയാൾ ഉത്തരവാദിയല്ലേ? എന്നിട്ടെന്താ അയാളെ അറസ്റ്റ് ചെയ്യാത്തത്? എന്റെ കൺമുൻപില് ആര് തെറ്റ് ചെയ്താലും ആര് ക്രിമിനൽ ആണെങ്കിലും അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. അതിലൊരു വേറെ മറുവാക്കില്ല. മനസ്സിലായല്ലോ? ഞാൻ ഇവനെ കൊണ്ടുപോകും കേരള ജീപ്പില് എന്നും പറഞ്ഞുകൊണ്ട് അബിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. സമയം എടി നിക്കാനാ പറഞ്ഞത്. എന്റെ അബിയെ കൊണ്ടുപോകരുത്. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. ചേച്ചി ഇവിടെ എത്ര തടഞ്ഞാലും
എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ജീപ്പിലേക്ക് അബിയെ പിടിച്ച് കയറ്റാൻ പോകുമ്പോഴത്തേക്കും നബി ഓടി വന്ന് നന്ദുവിൻ്റെ കരണത്തടിക്കുക. അടിച്ചോ, വേണമെങ്കിൽ ഈ കരണം കൂടെ ഞാൻ കാണിച്ചു തരാം, എന്നെ തല്ലിക്കോ, എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവനെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞ കൊണ്ടുപോയിരിക്കും ചേച്ചി, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇവനെ ഇനിയും വെറുതെ വിട്ടാ ഈ വീട്ടിൽ മാത്രമല്ല നാട്ടിലും ക്രിമിനലുകൾ കൂടും എന്നും പറഞ്ഞ് പിടിച്ചു കയറ്റടോ ഇയാള് ഇവനെ ഉള്ളില്. നീ ഇനി എൻ്റെ ചേട്ടനല്ല, ക്രിമിനൽ മാത്രമാ, ക്രിമിനൽ എന്നും പറയാം. നവ്യേച്ചി തടയണ്ട, ഞാൻ തടയോടി, എൻ്റെ ഭർത്താവിനെ ഇവള് കയറ്റിക്കൊണ്ട് പോകുന്നത്, അപ്പൊ എനിക്ക് തടയണ്ടേ? ദേ നന്ദു, ഒരു കാര്യം ഞാൻ പറയാം, അബിയെ നീ ജയിലിലേക്ക് കൊണ്ടുപോയാ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാ, പിന്നെ നീ ഞാനുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ ബന്ധം മുറിച്ചു മാറ്റുകയാണെങ്കിൽ അങ്ങ് മുറിച്ചു മാറ്റിക്കോ. അതിന്റെ പേരിൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാനേ ഇപ്പൊ ഒരു പോലീസാ, അതുകൊണ്ട് പോലീസിന്റെ യൂണിഫോം അണിഞ്ഞാല് തെറ്റ് ചെയ്യുന്നത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാനുള്ള തൻ്റെ ഇടത്തോടെ തന്നെ ശപഥം എടുത്താണ് ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. കയറി ജീപ്പില് എന്നും പറഞ്ഞോണ്ട് അബിയെ പിടിച്ച് കയറ്റി നന്ദും കയറിയിരുന്ന് പോവുക. ഈ സമയം നവ്യ, വെറുതെ വിടില്ല, ഞാൻ ഒരൊറ്റ എണ്ണത്തിനെയും വെറുതെ വിടില്ല. ആദർശത്തിന് എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അബി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അത് വലിയ കാര്യമാക്കി എടുക്കുന്നത് നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക. ഈ സമയം ജലജയും അകത്തേക്ക് ഓടുകയാണ്. നയന ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഒപ്പം മുത്തശ്ശിയും. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.